കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ പൈസ വാങ്ങി വോട്ട് കൊടുക്കാത്ത ആൾക്കാരാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അത് കേരളത്തിൻ്റെ ഒരു വലിയ ക്വാളിറ്റിയാണ്. ഗൗരി ലങ്കേഷിനെ വെടിവെച്ചു കൊന്ന ഒരു വ്യക്തി, അദ്ദേഹവും താങ്കളുമായി സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ചിത്രം. ഒരാൾ ശത്രു ഇല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ അവൻ ഈ ലോകത്തൊന്നും ചെയ്തില്ല എന്നുള്ളതാണ്. ഇതൊന്നും ഞാൻ എന്ത് മറുപടി പറയാം? നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം വെള്ളം കുടിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. ത്രെട്ടുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പൊ എത്രത്തോളം ഉണ്ട് ത്രെട്ട്? കേരളത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഭീഷണികളോ വല്ലതും വന്നോ? ഭീഷണികൾ പെടുത്തുന്നവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കണമല്ലോ. കാരണം ഇപ്പം നിങ്ങളുടെ മുന്നിലിരിക്കുന്നു, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണല്ലോ. എനിക്ക് എല്ലാവരുടെയും ഇഷ്ടം മേടിച്ച് ഞാൻ ഹരിചന്ദ്രനായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ധർമ്മബോധമുള്ള ഈ രാജ്യസ്നേഹികൾ കുറച്ച് പേരുണ്ട്. അവരുടെ ഇഷ്ടം മതി. അവരുടെ ഇഷ്ടം എന്നും എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. പിന്നെ ദേശവിരുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ ധർമ്മത്തിന് വിരുദ്ധരായിട്ടുള്ള ആൾക്കാരെ എതിർക്കും. അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം, അങ്ങനെ എതിർപ്പുണ്ടാവണമല്ലോ. ഒരാൾ ശത്രു ഇല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ അവൻ ഈ ലോകത്തൊന്നും ചെയ്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരുപക്ഷെ ശത്രുക്കൾ കൂടുതലുള്ളത്. എൻ്റെ മിത്രങ്ങളെക്കാളും എനിക്ക് എപ്പോഴും ഉത്തേജനം എൻ്റെ ശത്രുക്കളാണ്. എൻ്റെ ശക്തരായ ശത്രുക്കൾ ഇല്ലായിരുന്നെങ്കിൽ ഞാനാവില്ലായിരുന്നു. അതൊരു രസമല്ലേ, അതൊരു കിക്കാണത്. അവസാനമായി ആദ്യം ചോദിച്ചൊരു ചോദ്യം വീണ്ടും എന്തെങ്കിലും പറയുമെന്ന പ്രതീക്ഷയോടെ 2000 കോടി രൂപ നിങ്ങളുടെ ടീമിലേക്ക് വന്ന് ചേർന്നു. അത് കേരളത്തിൽ RSS തന്നതല്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ 2000 കോടി അപ്പൊ അവരെവിടെ നിന്ന് പൈസ എടുക്കും? അല്ലെങ്കിൽ ആർക്ക് പമ്പ് ചെയ്യാനാണ് ആ പൈസ നിങ്ങളിലേക്ക് എത്തിച്ചേർന്നത്? എന്നിലേക്കൊന്നും എത്തിച്ചേർന്നിട്ടില്ല. ഇത് എന്തോന്ന്, ഇത് മറ്റേ വണ്ടിയിൽ കെട്ടി വരികയാണ്. പൈസ ഇവിടെ പല ആൾക്കാരുടെ കയ്യിലും പല വിധത്തിൽ. പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയാൻ കഴിയുമോ? ഇല്ല, എല്ലാ ഇലക്ഷൻ സമയത്ത് ഫണ്ട് പോകുന്നുണ്ടല്ലോ, അല്ലാതെ നമ്മളാരും ഫണ്ട് കൊടുക്കുന്നൊന്നുമില്ലല്ലോ. സുഹൃത്തുക്കൾക്ക് ചില സഹായങ്ങൾ ഇലക്ഷൻ സമയത്ത് നമ്മളുടെ സുഹൃത്തുക്കൾ എല്ലാവരും ചെയ്യുന്നത് സ്വാഭാവികമാണ് അവിടെ. പക്ഷേ നിങ്ങൾ ഈ 2000 കോടി രൂപ എന്ന് പറയുന്നത് 2000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ച്വലി ഇവിടെ ഒരു ധർമ്മശാസ്ത്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ ഫണ്ട് ചെയ്യാൻ തൽപരരായിട്ടുള്ള ആൾക്കാരുണ്ട് എന്ന് ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അത് 3 പൊളിറ്റിക്കൽ പാർട്ടീസിന് ഈക്വലായി വീതിച്ചു പോകും? ഇല്ല, 3 പൊളിറ്റിക്കൽ പാർട്ടിക്ക് പോകുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം 3 പൊളിറ്റിക്കൽ പാർട്ടിയിൽ എങ്ങനെ പോകും? ഒരു പെണ്ണിനല്ലേ ഒരേ സമയത്ത് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം വലത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന UDFനും BJPക്കൊപ്പം ആ പൈസ വന്ന് ചേരും. CPM നോക്കൂത്തിയെ നിൽക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഇല്ല, CPM എന്ന് പറയുന്നതോ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ BJP അത് ഇവിടുത്തെ ആൾക്കാരുടെ യോഗ്യതയ്ക്കനുസരിച്ച് അതൊക്കെ എത്തും. അതിന് കൂടുതൽ ചിലപ്പോൾ എത്തുമായിരിക്കാം. ഇപ്രാവശ്യം ഒരു വലിയ വാശിയേറിയ പോരാട്ടമല്ലേ. പക്ഷെ ആ 2000 കോടി എത്തുന്നതിൽ എത്ര പൈസ ഉചിതമായ നേതാക്കളുടെ കയ്യിലെത്തും എന്നുള്ളതിൽ മാത്രമേ എനിക്കൊരു കൺഫ്യൂഷനുള്ളൂ. അത് BJPയിലേക്കായിരിക്കും കൂടുതലും. കാരണം അത് കറക്റ്റായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ ജനങ്ങൾക്ക് ഗുണമുള്ള ഒരു ഭരണം വരും. ഈ പൈസ എത്താതെ തന്നെ ഭരണം വരേണ്ടതാണ്. കാരണം ലാസ്റ്റ് ടൈം കർണാടകയിലെ മീറ്റിങ്ങിൽ പോലും MP ആയ അവിടുത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഫണ്ടർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ പൈസ വാങ്ങി വോട്ട് കൊടുക്കാത്ത ആൾക്കാരാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അത് കേരളത്തിൻ്റെ ഒരു വലിയ ക്വാളിറ്റിയാണ്. മറ്റുള്ളിടത്തെല്ലാം 2000, 3000 ഒക്കെ വെച്ചിട്ട് പൈസ വാങ്ങി വോട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. കേരളത്തിലെ ആൾക്കാരുടെ ക്വാളിറ്റി നോക്കി വോട്ട് കൊടുക്കുന്ന ഒരു വലിയ ക്ലാസ് ക്രൗഡാണ് കേരളത്തിലുള്ളതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പം അത് കുപേന്ദ്ര റെഡ്ഡി എന്ന് പറയും, JDSൻ്റെ. കുപ്പണ്ണ എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. അപ്പം കുപ്പണ്ണ പറഞ്ഞ വാക്ക് വെച്ച് നോക്കുമ്പോൾ ഇവിടെ അങ്ങനെ വ്യക്തികൾക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പൈസ. BJP അല്ലെങ്കിൽ ഇതിപ്പോൾ അവിടെ നിന്ന് വരികയാണെങ്കിൽ പിന്നെ പലതരത്തിലുള്ള റെഡ്ഡി ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ റെഡ്ഡി ഗ്രൂപ്പ്സിൻ്റെ പണമാണോ പെൻട്രേറ്റ് ചെയ്യുന്നത്? റെഡ്ഡി ഗ്രൂപ്പ്സിനല്ല, ഇവിടെ പൈസ ഉണ്ടല്ലോ. ഇവിടെ ഇപ്പം തന്നെ ഏറ്റവും നല്ല പൈസ ഇറക്കാൻ കഴിവുള്ള ആളാണല്ലോ രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖരനും കർണാടക ബേസിൽ. രാജീവ് ചന്ദ്രശേഖരന് 2000 കോടി ഇസ് നത്തിങ്, ഇറ്റ്സ് എ പീനട്ട് ഫോർ ഹിം. അദ്ദേഹത്തിന് തന്നെ എത്ര 1000 കോടിയുടെ ആസ്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടി, അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കറക്റ്റായിട്ട് ചെയ്തു. പക്ഷേ അദ്ദേഹത്തിനെയും രക്ഷപ്പെടാൻ അനുവദിക്കൂ എന്നുള്ളതാണ് എനിക്ക് പ്രശ്നം. കാരണം അദ്ദേഹത്തിനെ ഞാൻ ആദ്യം വന്ന സമയത്ത് വളരെ അന്ന് പൊളിറ്റിക്കലി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ച് സംസാരിക്കും. കാരണം അയാൾക്കൊരു മാറ്റം വരുത്തണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന കുറേ വേന്ദ്രന്മാർ, നമ്മുടെ സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട സ്ഥലത്തിന്റെ പേര് കർണാടകയിലെ ഭൂമി കുംഭകോണം 300 ഏക്കർ 300 കോടിയുടെ കാര്യം പറഞ്ഞിട്ട് ഇതാക്കി. അത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഹൈറ്റ് കുറഞ്ഞ ഒരു ആളാണ് ഈ വാർത്ത വെളിയിൽ വിട്ടുകൊടുത്ത പുള്ളിക്ക് അഗൻസ്റ്റ് ആയിട്ട്.
അതാണ് ഇവിടുത്തെ പൊളിറ്റിക്സ്. അതാരാണ്? ഒരു നീളം കുറഞ്ഞ ഒരു കുള്ളൻ, കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുതെന്നാണല്ലോ. ഞാൻ ഇനി അങ്ങോട്ട് പോണില്ല, അതൊക്കെ അവരുടെ ആയി. ഇനിയിപ്പോൾ ഇവരെയൊക്കെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രശ്നമായി. അത് രാജീവ് ചന്ദ്രശേഖരൻ. അത് കഴിഞ്ഞ് രാജീവ് ചന്ദ്രശേഖരനോട് എനിക്കൊരു മാനസികമായ അകൽച്ച തോന്നിപ്പോയത് എന്തുവാണെന്ന് വെച്ചാൽ, അദ്ദേഹം വെള്ളാപ്പള്ളി എന്നെ സപ്പോർട്ട് ചെയ്തു. ഇതാണ് എൻ്റെ മാർഗ്ഗദീപം എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. വെള്ളാപ്പള്ളിയെ പോലെ ഒരു കള്ളനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണെങ്കിലും അതൊക്കെ നമ്മുടെ ശത്രുവായിട്ട് തന്നെ വരുള്ളൂ, നമ്മൾ അങ്ങനെ കാണുള്ളൂ. അല്ല, ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ടീമിനകത്തുള്ളവർ തന്നെയാണ് വിവരങ്ങൾ ചോർത്തി നൽകിയത്. രാജീവ് ചന്ദ്രശേഖരൻ ഓഫ് കോഴ്സ് രാജീവിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവർ തന്നെയാണ്. അതല്ലേ ഇവിടുത്തെ BJP ഞാൻ നേരത്തെയും പറഞ്ഞല്ലോ, ഞാൻ എതിർക്കുന്നതിൻ്റെ കാരണം അതാണ്. അതിനകത്ത് കുറച്ച് പേരുണ്ട്, അവർ പട്ടിയോട്ട് പുല്ല് തിന്നൂല്ല, പശുവിനോട്ട് കൊടുക്കൂല. അവരിങ്ങനെ അതിനകത്ത് അത് മാറിയാൽ കേരളത്തിൽ BJP വളരെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ BJPക്ക് സാധിക്കും. പക്ഷെ ഇവരുടെ ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ശരിയല്ല. ഇവർ ആരെയും വളർത്താൻ സമ്മതിക്കാത്തത് കാരണം BJPക്ക് ശത്രു പുറത്തു നിന്നൊന്നും വരില്ല, BJPയുടെ ശത്രു അകത്തു നിന്നാണ്. BJPക്ക് പുറത്തുനിന്ന് ശത്രു വരേണ്ട ആവശ്യമില്ല. BJPയിലൂടെ പിടിച്ചിരിക്കാൻ പറ്റില്ല ആർക്കും. എങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റും? സെൻട്രൽ BJPയുടെ ഇരിക്കുന്നു, അത്രയും വലിയ മാൻ പവർ ഉണ്ട് BJPക്ക്, അത്രയും വലിയ ഫെസിലിറ്റീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ BJPയുടെ ശത്രു BJPയുടെ അകത്ത് തന്നെയാണ്. അപ്പം ആ അകത്തു നിന്നുള്ള അതല്ലേ ശത്രു പുറത്തുനിന്ന് ആക്രമിക്കുമ്പോൾ അഹങ്കാരം നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെ നശിപ്പിക്കുന്നു. അപ്പോൾ BJPയുടെ അകത്തുള്ള അഹങ്കാരം മാറ്റിയാൽ മതി. BJP നല്ലൊരു ക്ലാസ് സാധനമാണ്. അത് മോദിജി പറയുന്ന പോലെ ആ ഒരു സ്ട്രാറ്റജിയിൽ പോയി കഴിഞ്ഞാൽ ഇത് ഗംഭീരമായിട്ട് വരും. പിന്നെ വേറൊരു കാര്യം, കാശ്മീരിൽ ഇപ്പോൾ തീവ്രവാദവും വെടിവെപ്പും ബോംബിടലൊക്കെ കുറഞ്ഞു. കേരളത്തിൽ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു ഇവിൾ ഫോഴ്സ് ഇവിടെ കൂടുതലാണ്. അപ്പം BJPയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഏത് രീതിയിലൊക്കെയാണ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് നമ്മളെപ്പോലുള്ള ഒരു ചെറിയ ചാനൽ ചർച്ചയിൽ സംസാരിച്ച് തീർക്കേണ്ട കാര്യങ്ങളല്ല. ഓക്കെ, അവസാനമായി താങ്കളുടെ ഒപ്പമുള്ള ഒരു ചിത്രം എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തിരുന്നു. ഈ ഗൗരി ലങ്കേഷിനെ വെടിവെച്ച് കൊന്ന ഒരു വ്യക്തി, അദ്ദേഹവും താങ്കളുമായി സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ചിത്രം. താങ്കൾ നെക്സസിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഇത്തരം മാഫിയ ഗ്യാങ്സ്റ്ററുകളുമായിട്ടുള്ള ചിത്രങ്ങൾ താങ്കൾ പങ്കിടുന്നു. താങ്കൾ ഒരുപാട് ഇപ്പം RSSൻ്റെ മുകുന്ദമാഷയായിട്ടുള്ളത് അല്ലെങ്കിൽ പല പല നേതാക്കളുമായിട്ടുള്ള ഫോട്ടോകൾ, ഇത്തരത്തിലുള്ള ഒരു ഗ്യാങ്സ്റ്റർ ലൈബ്രറി കൊണ്ട് കിടക്കുന്ന ഇത്തരത്തിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന, ക്രിമിനൽ വാസനയുള്ള വ്യക്തികളുമായുള്ള അടുത്ത ബന്ധം താങ്കളെ സംശയനിഴലിൽ നിർത്തുന്നതിൽ വലിയൊരു കാര്യമല്ലേ? മനോഹർ യാദവ് എൻ്റെ ശിഷ്യനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് തെറ്റില്ല. അദ്ദേഹം എൻ്റെ ശിഷ്യനാണ്. എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരിൽ ഒരാളാണ് അദ്ദേഹം. ഗൗരി ലങ്കേഷിൻ്റെയും കൽബുർഗിയുടെയും ബസര അവരൊക്കെ എന്താണ് അവിടെ ചെയ്തതെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അത് അവർക്ക് തോന്നിയത്, അവർക്ക് ശരിയെന്ന് തോന്നിയത് അവർ ചെയ്തു. അവരത്രയും മാത്രം ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഇതിനെ ആക്രമിച്ചിരുന്നതിന് അവർ റിറ്റാലിയേറ്റ് ചെയ്തു. താങ്കളാണ് ആ ഹിംസ എന്ന ഇത് കൈമാറി നൽകിയത് അയാൾക്ക്, അല്ലേ? എന്ത് കൈമാറി? അതായത് സ്വത്വബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവരെയൊക്കെ ഇങ്ങനെ വെടിവെച്ച് കൊന്നത്. നിങ്ങൾക്ക് എന്തും പറയാം, നിങ്ങൾ പറഞ്ഞോട്ടെ. നിങ്ങൾ പറയുന്നതിന് ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ചേർത്ത് പിടിക്കുന്ന ചിത്രമുണ്ട്, അദ്ദേഹം എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ചിത്രമുണ്ട്. എനിക്കത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ ഇവിടുത്തെ ഈ ഓപ്പർച്യൂണിസ്റ്റുകളായിട്ടുള്ള അവസരവാദിയായിട്ടുള്ള രാഷ്ട്രീയക്കാരനല്ല. എനിക്ക് പിണറായി വിജയൻ്റെയൊക്കെ സ്വഭാവമുണ്ട്. പിണറായി വിജയൻ്റെ സ്വഭാവം അറിയോ? ഇല്ല. അറിയില്ല. കെ കരുണാകരൻ്റെ സ്വഭാവം അറിയോ? ഇല്ല. കൂടെ നിൽക്കുന്നവനെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ധർമ്മബോധം അവർക്കുണ്ട്. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു ക്ലാസ്. ഞാൻ അവരെയൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അല്ലാതെ രമേശ് ചെന്നിത്തലയെ പോലെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അന്ന് തോക്ക് വിഷയത്തിൽ 2 എണ്ണം പൊട്ടിയപ്പോൾ രമേശ് ചെന്നിത്തല എൻ്റെ നല്ല സുഹൃത്തായിരുന്നു. രമേശ് ചെന്നിത്തല ഗുടുകൂടാ ഓടിക്കളഞ്ഞു. പക്ഷെ ഉമ്മൻചാണ്ടി എൻ്റെ കൂടെ നിന്നു, രമേശ് ചെന്നിത്തല നിന്നില്ല. കോടിയേരി ബാലേട്ടൻ എൻ്റെ കൂടെ നിന്നു മരിക്കുന്നവരെ. അവർക്കറിയാമായിരുന്നു ഞാൻ എന്തായിരുന്നു. പിണറായി വിജയനുമായിട്ട് ഞാൻ അത്രയും അങ്ങനത്തെ ഒരു ബാലേട്ടനെ പോലുള്ള ഒരു രീതി അല്ലെങ്കിലും അദ്ദേഹത്തിന് എന്നെ അറിയാം, എനിക്ക് അദ്ദേഹത്തെ അറിയാം, എനിക്ക് അദ്ദേഹത്തിനോട് ബഹുമാനമുണ്ട്, അദ്ദേഹത്തിന് തിരിച്ചും എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ അദ്ദേഹത്തിനെ ഒരു CM ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഒന്നും ഒരു കാര്യത്തിന് ആവശ്യത്തിന് പോകാറുമില്ല. കരുണാകരൻ, എനിക്ക് അദ്ദേഹത്തിനെ കൂടുതൽ അടുത്ത പരിചയമില്ലെങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കുന്ന സമയവുമായി ബന്ധപ്പെട്ട് ചില ഇൻട്രാക്ഷനിൻ്റെ ഭാഗമായിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ പഴയ ചരിത്രങ്ങളും എനിക്കറിയാം. അദ്ദേഹം കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു സന്യാസിയാണ്, ഞാനൊരു സോഷ്യൽ വർക്കറാണ്. ഞാൻ ആൾക്കാരുടെ പ്രശ്നങ്ങൾ, അതായത് ഒരു വക്കീൽ എങ്ങനെയാണോ ഒരു പ്രശ്നം എത്തിവരുന്ന ഒരു വ്യക്തിയെ സമീപിക്കുകയും ഇടപെടുകയും ചെയ്യുന്നത്, ഒരു
ഡോക്ടർ എങ്ങനെയാണ് ഒരു രോഗിയോട് ഇടപെടുന്നത്, അതുപോലെ ആത്മീയപരമായ രോഗങ്ങൾ മനുഷ്യനെ ബാധിക്കുമ്പോൾ ഇത്തരം ആൾക്കാർ എന്നെപ്പോലുള്ള ആൾക്കാരെ സമീപിക്കും. അതിൽ അവർ ഇന്ന തെറ്റ് കാണിച്ചവരെ മാറ്റി നിർത്ത്, അവർ ശരിയല്ല എന്ന് പറഞ്ഞല്ല, അവർ തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൽ നിന്ന് തിരുത്തി അവരെ ധർമ്മപാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെ ധർമ്മമാണ്. അതുകൊണ്ട് ഞാൻ അവരെ എത്ര ഇങ്ങനത്തെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇതൊക്കെ കണ്ടാണ് നിങ്ങൾ ഈ ബഹളം ഉണ്ടാക്കുന്നത് അല്ലേ? അവർ വരും, അവർക്ക് എന്നോട് സംസാരിക്കാനുള്ളത് സംസാരിക്കും. എന്നിരുത്തി അവരെ കൊണ്ട് ഞാൻ ക്രൈം ചെയ്യിപ്പിക്കാനോ പിടിച്ചു പറിക്കാനോ ഞാൻ പോകുന്നില്ലല്ലോ. അല്ലെങ്കിൽ അവരത് പറയണ്ടേ? അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ അവരുടെ ഭാഗത്ത് ശരിയെന്നുള്ളത് അവർ ചെയ്യുന്നു. അതിൽ നിയമപരമായി തെറ്റുണ്ടെങ്കിൽ നിയമം അവരെ ശിക്ഷിക്കട്ടെ. അവരെ ഇപ്പോൾ ഹൈക്കോടതി തന്നെയാണല്ലോ ജാമ്യത്തിൽ വിട്ടത്. എന്തായാലും സമയം അധികം നേരം നമ്മൾ സംസാരിക്കുന്നത്. അവസാനമായി കുറേ നേരം കൊണ്ട് അവസാനമായ ഒരു ചോദ്യം, ഭദ്രാനന്ദയെ കിട്ടുമ്പോൾ ഈ കേരളത്തിൽ നിന്ന് മാറി നിന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിന് ശേഷം കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നടത്തുന്ന ടീമുകൾ തയ്യാറാക്കുന്ന ലിസ്റ്റ് കിട്ടുന്ന വലിയ നെക്സസ് ഗ്രൂപ്പുകൾ കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുണ്ട്. ആ 10 പേരിൽ ഒരാളാണ് ഭദ്രാനന്ദയുടെ ടീം എന്ന് ഞാൻ പറഞ്ഞാൽ ഇത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് കുറച്ച് പേർക്ക് കിട്ടും. അതേപോലെ തന്നെ ഭദ്രാനന്ദയെ നയിക്കുന്ന ആ ടീമിന്, ആ കോക്കസ് ഗ്രൂപ്പിന്, ആ മാഫിയ ഗ്രൂപ്പിന് കിട്ടുമെന്ന് ആണ് ആരോപണങ്ങൾ ശക്തമായി ഉയരുന്നത്. അത്തരത്തിലൊരു വാസ്തവമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ. മരിക്കാൻ വിധിയുള്ളവൻ മരിക്കുമല്ലോ. ആരുടെയിൽ കിട്ടിയാലും പേര് കിട്ടിയാലും ഒരാൾക്ക് മരിക്കണമെന്നുള്ള സമയമാകുമ്പോൾ മരിക്കുമല്ലോ. അത് ആരെങ്കിലും കിട്ടിയാലെന്ത്, കിട്ടിയില്ലെങ്കിൽ ആ സ്ക്രൂട്ടണിങ്ങിൻ്റെ ഭാഗമാകാറുണ്ടോ? ഞാൻ അങ്ങനെ ആരെയും കൊല്ലാനൊന്നും നമ്മളൊന്നും നടക്കില്ല. കൊല്ലപ്പെടും എന്നുള്ളവർ ചിലപ്പോൾ കൊല്ലപ്പെടും. അത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് അറിയാൻ പറ്റും, ഇന്ന ആൾ കൊല്ലപ്പെടുമെന്ന്. അത് ചില ആൾക്കാർ അറിയാതിരിക്കും കൊല്ലപ്പെടില്ല എന്ന്. അപ്പം അതൊക്കെ ഇതിനൊന്നും ഞാനെന്ത് മറുപടി പറയാം? നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം വെള്ളം കുടിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. ഞാൻ എന്താ ഇതിന് മറുപടി പറയുക? ഇതിപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അതെ ഞാനാണ്, പിന്നെ ഞാനൊരു സംഭവമാണ്. ഇത് തീർച്ചയായും നമ്മുടെ ഇങ്ങനെയാണോ ഞാൻ പറയാൻ? ഭദ്രാനന്ദയെ പറ്റി പാണന്മാർ പാടി നടക്കുന്ന കഥകളും വസ്തുതകളും ഇടകലർത്തിയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. കരുണാകരൻ പറയുന്നത് പോലെ നീ എന്നെപ്പറ്റി നല്ലതോ ചീത്തയോ എന്തോ പറഞ്ഞു എന്നൊരു ജേർണലിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു. പോലെ പറയട്ടെ, ആൾക്കാർക്ക് പറയാനുള്ള അവകാശമില്ലേ? അവർ പറയട്ടെ. എനിക്കിതൊക്കെ കേൾക്കാൻ ഇപ്പം പണ്ടൊക്കെ കേൾക്കുമ്പോൾ വിഷമം ഉണ്ടായിരുന്നു. എനിക്ക് വിഷമമൊന്നുമില്ല. ഞാനിതെല്ലാം ഇങ്ങനെ കേട്ടേ. ഒരു സന്യാസിയാകുമ്പോൾ ചെളി വാരി എറിയും, മലം വാരി എറിയും, ചിലവർ ആക്ഷേപങ്ങൾ ഉന്നയിക്കും, തെറി വിളിക്കും, പരിഹസിക്കും. അതൊക്കെ ജനങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമാണ്. അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പൊതുപ്രവർത്തകനായിട്ട് ജീവിക്കുമ്പോൾ, ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ പലതും കേൾക്കേണ്ടി വരുമെന്നേ. നമ്മുടെ ശത്രുക്കൾ പലതും പറയും. കോൺസ്പിറസി തിയറിയുടെ പേരിലല്ലേ കേരളം പോകുന്നത്? കേരളം പറയട്ടെ. അത് അവർക്ക് എന്നോടല്ലേ പറയാൻ പറ്റുള്ളൂ. അവർക്ക് പ്രതികരിക്കാൻ ഞാനല്ലേ ഉള്ളൂ. എന്നോട് അവർ എന്ത് ദേഷ്യം തീർക്കട്ടെ, സന്തോഷം തീർക്കട്ടെ. പക്ഷെ അവർക്ക് എപ്പോഴും ഒരു പ്രശ്നം വരുമ്പോൾ അവർക്ക് വേണ്ടി ഒരു ശക്തി നിശബ്ദമായിട്ടാണെങ്കിലും സംരക്ഷിക്കാൻ ഉണ്ടാവണം. ആ ശക്തി ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ ആ ശക്തി ഇങ്ങനെയൊക്കെ തന്നെ പ്രവർത്തിക്കണം എന്ന് ആരും അതിനൊരു മുഖവര കൊടുക്കരുത്. അത്രേ ഉള്ളൂ. എന്തായാലും കേരളത്തിലേക്ക് ഒരുപാട് നാളിന് ശേഷം മടങ്ങി വന്ന് കേരളം ആസ്വദിക്കാൻ കഴിയട്ടെ, ഫോട്ടോഗ്രാഫിയായി മുന്നോട്ട് പോകട്ടെ, മറ്റ് പ്രവർത്തനങ്ങൾ നടക്കട്ടെ. ഇത്രയും നേരം നേഷൻ ഫസ്റ്റിനോടൊപ്പം സമയം ചെലവഴിച്ച് വളരെയധികം നന്ദി.